ഇപ്പോൾ നമ്മളുള്ളത് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലാണ്. അപ്പോൾ നിലമ്പൂർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് തേക്ക് മ്യൂസിയം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളതാണ്. ആദ്യം വന്നിട്ടുണ്ട്, ചാനൽ തുടങ്ങിയിട്ട് ചെയ്യാൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ നാട്ടിൽ ഗൾഫിൽ പിന്നേ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വന്നൂർക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തേക്ക് മ്യൂസിയത്തിൽ പോവാം. ഇതാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതാ ടിക്കറ്റ് കൗണ്ടർ ഇതാണ്. ആ മൺഡേ ഹോളിഡേ. $15 അഡൽട്ടിന് 50 കുട്ടിക്ക് എത്ര ഉണ്ട്? 15. 6 വയസ്സിൽ താഴെ ഫ്രീയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളി ആംബിയൻസാണ്. കറക്റ്റ് നമ്മുടെ നല്ലൊരു അരുവി. നാട്ടിലൊക്കെ നമ്മുടെ കാട്ടിൽ നിന്നൊക്കെ വെള്ളം വരില്ല, അതേപോലെ തന്നെ നല്ല തെളിഞ്ഞ വെള്ളം, നല്ല അടിപൊളി അല്ലേ? വാവ്, നല്ല വൈബാട്ടോ. നല്ല അതായത് ചൂട് കാലത്തിന് ശരിക്കും പ്ലാസ്റ്റിക് കുട്ടികൾ സാധനങ്ങളൊന്നും മാക്സിമം കൊണ്ടുവരാതിരിക്കുക. പുറത്തുനിന്നുകൊണ്ടിരുന്ന ഭക്ഷണമൊന്നും പറ്റില്ല. അനുവദിക്കില്ല. ഉള്ളിൽ ഐസ്ക്രീമിൻ്റെ കൗണ്ടറുകൾ, അതുപോലെ തന്നെ അങ്ങനത്തെ ചായ സ്നാക്സ് അതൊക്കെ കിട്ടും. പിന്നെ കുറെ കട്ട് ചെയ്തിടാം. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേക്ക് കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസുകളുണ്ട്. അപ്പോൾ നല്ലൊരു, അതായത് കൂടുതലും കമിതാക്കളൊക്കെയാണ് വരിക, ലവേഴ്സ് അങ്ങനെ ഇരിക്കും. പിന്നെ അതേപോലെ തന്നെ ഫാമിലീസൊക്കെ വരും. നല്ല വൈബാണ്. ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ. എന്താ അതിനുള്ള പൈസയുള്ളൂ, 50 റുപ്യ ഉള്ളൂ. നല്ല ടൈമിൽ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. നല്ല രസമാട്ടോ. അതാണ്ടല്ലേ അടിപൊളി അല്ലേ? നല്ല അടിപൊളി വൈബ്. കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സൂപ്പറാണ് സംഭവം. കൃത്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും നല്ല വൈബാ. കുഞ്ഞാവേ ഇങ്ങോട്ട് വാ. ഉണ്ടോ, കുട്ടികൾക്കൊക്കെ നല്ല വൈബാ. വാ വാ വാ. ഇന്നിപ്പോൾ ചെറിയ ആളെ കൊണ്ടുവന്നിട്ടില്ല. ആ, ഒരാൾ സ്കൂളിൽ പോയതാ. ഇനിയിപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ വന്നിട്ടൊരു ഇതാവും. വാ വാ വാ. അപ്പോൾ ഇതാണ് നമ്മുടെ തേക്ക് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് വരുന്നത്. ഉണ്ടായിരുന്നല്ലോ. സംഭവം തേക്കിൻ്റെ കേട്ടോ, സംഭവം സെറ്റാണ്. നമസ്കാരം. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഉള്ളിലേക്ക് പോവാം. ചെരുപ്പിട്ടിട്ട് കയറാൻ പറ്റില്ല കേട്ടോ. നല്ല അടിപൊളി. ഞാൻ പോയി കയറി വരുമ്പോൾ തന്നെ ഇതാണ് കേട്ടോ കാണാനുള്ള കല്ലിമാര തേക്ക്. തേക്ക് മരമാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും നിലമ്പൂർ തേക്ക്. നിലമ്പൂർ തേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിലമ്പൂർ തേക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ നമ്പർ 1 തേക്കാണ്. അതായത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം തൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇഞ്ച് തൊലി ഉണ്ടാവും. ബാക്കി ഫുള്ള് നല്ല കാതലായിരുന്നു. പിന്നെ അതേപോലെ റോൾസ് റോയ്സ് കാറിൻ്റെ ഇൻറ്റീരിയർ ചെയ്യാൻ. പിന്നെ ഗൾഫ് നാടുകളിലൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക്, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ നമ്മുടെ ഗൾഫ് നാടുകളിലൊക്കെ കൂടുതലും ആളുകൾ ഇൻറ്റീരിയർ ചെയ്യാൻ, വീടിൻ്റെയൊക്കെ ഇൻറ്റീരിയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നിലമ്പൂർ തേക്കാണ്. ആ ഒരു കാര്യത്തിൽ നമ്മൾക്ക് ചെയ്യാം. ഒരു നിലമ്പൂരുകാരനായാലും നമുക്ക് വ്യാപകമാനിക്കാം. നേരെ വന്നു കഴിഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ പെയിൻറ്റിങ് ഉണ്ട്. നല്ല ഇതേപോലെ തന്നെ നമ്മുടെ വൈറ്റ് ഹൗസ് വരുന്നത് തിരുനെല്ലിയാണ്. അപ്പോൾ തിരുനെല്ലി അമ്പലത്തിൻ്റെ വീഡിയോ നമ്മൾ അതിലിട്ടിട്ടുണ്ട്. ബലി കർമ്മങ്ങൾക്കൊക്കെ തിരുനെല്ലിയാണ് കൂടുതൽ ഇതാവുക. അപ്പോൾ അവിടെ ഉണ്ട് പഴശ്ശിരാജയുടെ അവിടെ പോകണം ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മളിനി വയനാട് പോകുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും, അതുകൂടെ വീഡിയോ ചെയ്യും. എടുത്തോണ്ടിരുന്നു. 116 വർഷം പഴക്കമുള്ള തേക്ക് തടിയാണിത്. കണ്ടോ, 116 വർഷം പഴക്കം. എന്താ മുതലോട്ട് കിടക്കണുണ്ടോ? കിടക്കണ കിടപ്പ് കണ്ടില്ലേ? 116 വർഷം പഴക്കം എന്ന് പറഞ്ഞാലുണ്ടല്ലോ. നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയാണ്. കാരണം ചെരുപ്പിട്ടൊന്നും കയറാൻ പറ്റില്ല. നല്ല കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് നല്ല സെറ്റ്.
116 വർഷം. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് പിന്നെ അതായത് ഇത് തന്നെ ഇപ്പോൾ ഇതൊന്ന് കാണിച്ചു കൊടുത്തത് ഇത് തന്നെ നമ്മളെ പോലെ എത്ര ആൾ പിടിക്കണം എന്നറിയോ? അതേപോലെ 6 പേരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എത്താത്ത തേക്ക് നമ്മുടെ നിലമ്പൂരുണ്ട്. അതാണ് നിലമ്പൂരിൻ്റെ ചരിത്രം. കണ്ടോ സ്ഥാനം കണ്ടോ? ദയവായി പ്രദർശന വസ്തുക്കളെ തുടരുത് എഴുതി വെച്ച് കാണില്ല. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക തൊട്ടിതാക്കിയത് ഞാനത് അറിയാതെ തൊട്ടതാണ്. അതേപോലെ തേക്കിൻ്റെ വേര് പഠനം, തേക്കിൻ്റെ വേരാണ് ഇത് കാണുന്നത്. ഇതൊക്കെ ഒറിജിനൽ, ഇതൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഒറിജിനൽ സംഭവമാണ്. അല്ലേ? ഒറിജിനൽ തേക്കിൻ്റെ വേരാണിത്. മേളിൽ തേക്ക് മരം അതിൻ്റെ അടിയിലുള്ള വേര് ഇങ്ങനെയാണ് വരുന്നത്. ഇത് വേണം മണ്ണ് കണ്ടില്ലേ കരിയിലേ, അതേപോലെ തന്നെ ആ ഒരു സെറ്റപ്പിൽ ഫോറസ്റ്റിലൊക്കെ ഇതാകല്ലേ തുടർന്ന് എന്നെ കണ്ടാൽ മതി. തുടർന്ന് തൊടണ്ടെന്ന് പറയുമ്പോൾ വിവിധ തരം മണ്ണുകൾ മാത്രമൊന്നുമല്ല ഉള്ളത്. പുറത്തൊക്കെ നല്ല അടിപൊളി നല്ല സെറ്റപ്പാണ്. വളരെ ഇരിക്കാനും ഉദ്യാനം കുറേ പൂന്തോട്ടം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് ഇപ്പോൾ ഈ പിന്നെ ഒരു മാർച്ച് മാസമൊക്കെ ആയതുകൊണ്ട് ചൂടിൻ്റെ ഒരു കാലാവസ്ഥയാണ്. എന്നാലും വല്ലാതെ നമുക്ക് ചൂടായിട്ടൊന്നും ഇതില്ല, അനുഭവപ്പെടില്ല. ബ്ലോഗുണ്ട്, നല്ല സെറ്റപ്പാണ്. അത് കുറേ പഠിക്കാനും കുറേ കാര്യങ്ങളുണ്ട്. അക്ബർ ചക്രവർത്തി ജനിച്ചു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. പിന്നെ പഴയ കാലത്തെ റേഡിയോ ബോക്സ്, പണ്ട് കാലത്തെ റേഡിയോ. പിന്നെ എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാരൊക്കെ നമ്മുടെ ഈ നിലമ്പൂർ ഏരിയയിലൊക്കെ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ വന്നിട്ടുണ്ട്. നിലമ്പൂർ റെയിൽവേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുക സ്ഥാപിച്ചതാണ്. അപ്പോൾ പണ്ട് ഇവിടെ നല്ലോണം കറക്കാൻ വേണ്ടിയൊക്കെ കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോൾ പണ്ട് കാലത്ത് കുഞ്ഞാവിതാ അവിടെ ഒന്നുമില്ല. പിന്നെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ചെസ് ബോർഡൊക്കെ പഴയ കാലത്തെ ചെസ് ബോർഡ്, റേഡിയോ, ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ കാണാൻ. ഇപ്പോൾ അതിനൊക്കെ ചെയ്യാൻ നേരെ പുറത്ത് പോവാം. പുറത്ത് ആളെ ചോദിക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പല ടൈപ്പ് ആയിട്ടുള്ള വെറൈറ്റി ടൈപ്പുകളാണ്. കാപ്പുകൾ ക്ലാസ് ബി, ക്ലാസ് ബി, ക്ലാസ് 5, 4, 3 പല ടൈപ്സ് ഓഫ് തേക്കുകളാണ്. എന്താ പറയുക സെറ്റുകൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തൊരു സംഭവമാണ് കേട്ടോ തേക്ക് മ്യൂസിയം. അപ്പം ഞാൻ മാക്സിമം കുട്ടികൾക്കൊക്കെ പഠിക്കാനൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അവിടെ പത്തായം. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത് എന്താന്ന് പോലും അറിയില്ല. പത്തായം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെ ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് കേട്ടിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പത്തായം എന്ന് പറഞ്ഞാൽ അറിയില്ല. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് നമുക്ക് നെല്ലൊക്കെ ഇട്ട് വെക്കാനൊക്കെ പത്തായത്തിൽ സൂക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. ഇവിടെ ഇരിക്കരുത്. തേക്ക് കൊണ്ട് കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റിയ ടൈപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ എഴുതി വെച്ചിട്ട് ഇരിക്കരുത് എന്തായാലും. അപ്പോൾ മിൽമേൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഐസ്ക്രീം, അതുപോലെ തന്നെ കുടിവെള്ളം. ഏതാ കുടിവെള്ളം ഉണ്ട്. ആ തണുത്ത വെള്ളം, കോൾഡ് വാട്ടർ. കുറച്ച് വെള്ളം കുടിക്കാലോ. ആ വെള്ളം വേണോ? നല്ല അടിപൊളി തണുത്ത വെള്ളം. ഇത് പോരളിയാ അതിലേ പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ. ഇന്ന് തിരക്ക് കുറവല്ലേ? ഇതൊന്നും അല്ല, നല്ല ആൾക്കാരുണ്ടാവും. ഏട്ടാ 2 തവളകൾ ഇത് ചെസ് കളിക്കുന്നുണ്ടോ? അത് വെറൈറ്റി ആണല്ലേ. 2 തവളകൾ ഇരുന്നിട്ട് ചെസ് കളിക്കുന്നുണ്ടോ? പിന്നെ ഇതിലാരെ ജയിക്കുക? ഏത് തവള ജയിക്കുക? അച്ഛനാണോ അമ്മയാണോ? ചെസ് കളിക്കുന്ന തവളകൾ നല്ലൊരു വഴിപാട്ടോ സംഭവം. അതുപോലെ തന്നെ ബുഷ് സ്റ്റേഡിയം ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വെട്ടി സെറ്റാക്കി വെച്ചേക്കണം. പാർക്കിൽ കളിക്കണ്ട. അല്ലേ? വൈകുന്നേരങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഉച്ച സമയമായി വന്നപ്പോൾ ശരിക്കും വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലോ, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ശരിക്കും കാട് തന്നെയാണ്. കാടാണ് ഈ കാണുന്നത്. അതായത് ഉള്ളില് തേക്കും കാടും ബാക്കിയുള്ളതൊക്കെയാണ്. അതങ്ങിട്ടല്ല, ഇങ്ങോട്ട് പോകാനോ? എങ്ങനെയുണ്ട് കുഞ്ഞാവേ?
സംഭവം ആ തവള നല്ല ആലോചിച്ചിട്ടാണ് കളിക്കുന്നത്. ഉണ്ടോ? അത് കണ്ടറിയാം. നല്ല എനിക്കവിടെ അത് തന്നെ ജയിക്കും തോന്നുന്നുണ്ട്. നല്ലോണം ചിന്തിച്ചിട്ട് കളിക്കുക. അതെ പിന്നെ വേറെ ജയിക്കുക. അതാ കാടിക്ക് കൈ കൊടുത്താണ് ചിന്തിക്കുന്നത്. സംഭവം നന്ദൂട്ടിക്ക് എക്സാമാണ്. അപ്പം നന്ദൂട്ടി എക്സാമിന് പോയതാണ്. ആ ഗ്യാപ്പിൽ ഞങ്ങൾ പോകുന്നതാണ്. പിന്നെ ഇവിടെ എന്താ ജൈവ പാർക്ക് കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ എന്നാ കുഞ്ഞാൽ നടത്തി കളിച്ചോ? കുറച്ച് നേരം കേട്ടോ, കുറച്ച് നേരം. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ കിഡ്സ് പാർക്ക് ചെറിയ നമ്മൾ വേറെയൊക്കെ പിന്നെ പാർക്കുകളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിതിപ്പോൾ 50 ഉറുപ്പിയുടെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പ്രവാസികളൊക്കെ ലീവിന് വരുന്ന സമയത്ത് പല ആളുകളും എന്ത് അറിയോ, നമ്മൾ പോകുമ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് ടൈമും ഇവിടെ സ്പെൻഡ് ചെയ്യുക, അധികം പൈസ ആവില്ല. ഇപ്പോൾ അമ്യൂസ്മെൻറ്റ് പാർക്ക് അതിനൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലോണം പൈസയും കാര്യങ്ങളും വരും. ഇത് 50 ഉറുപ്പിക പരിപാടി കഴിഞ്ഞു. ഇതാണ് കാഞ്ഞിരം. കാഞ്ഞിരം എന്ന് പറഞ്ഞാൽ ഇലയൊക്കെ നല്ല കയ്പ്പാണ്. ഇത് ക്യാമറ നിരീക്ഷണത്തിലാണ്. ആ സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് നല്ല അടിപൊളി ഓർക്കിഡുകൾ. പാല നമുക്ക് പാല നോക്കി, നല്ല വൈറ്റ് കളർ പാല, റെഡ് കളറ് ഓർക്കിഡ് ഹൗസ്. വെറൈറ്റി ആയിട്ട് സംഭവം. ഓർക്കിഡ് ഗൃഹം. വാ അടിപൊളി നോക്ക്. നമ്മുടെ പൂക്കളെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അടിപൊളിയാണ്. വാനില നമ്മുടെ ഐസ്ക്രീമിനൊക്കെ ഉപയോഗിക്കുന്നത് വാനില. നമ്മളിങ്ങനെ വാനില ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടില്ലേ? സംഭവം ഇതാണ് കേട്ടോ വാനില. അടിപൊളി ഓർക്കിഡ്, പല ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഓർക്കിഡുകളാണ്. ശരിക്കും നമ്മുടെ ഒരു കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതേപോലെ സെറ്റ് ചെയ്യുന്നത്. അടിപൊളി അതേ സൗണ്ട് വെറൈറ്റി സെറ്റാണ്. നല്ല വെള്ളച്ചാട്ടം. സൂപ്പർ ആ സംഭവം ഇതിന് തന്നെ റൗണ്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വെള്ളം വേസ്റ്റ് ആവില്ല. നല്ലൊരു സെറ്റപ്പാണത്. അതുപോലെ തന്നെ നമുക്ക് ചെടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ചെടി സെറ്റ് ചെയ്തേക്കുന്നുണ്ട്, കറ ചെടികൾ. ബട്ടർഫ്ലൈ ഗാർഡൻ അടിപൊളി കേട്ടോ. ഇഷ്ടംപോലെ പൂക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ നല്ല അടിപൊളി. ഇത് വെറൈറ്റി ഒരു പൂവാണല്ലോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അടിപൊളി ഇത് ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ മുണ്ടേരി ഉണ്ട്, വിത്ത് കൃഷിത്തോട്ടമുണ്ട്. അപ്പോൾ നമ്മളെ അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യും ഇനി. അപ്പോൾ ചെടിയുടെ പേരറിയുന്നവർ കമന്റ് ചെയ്യണേ. ഇതിന്റെ ഇതൊരു വെറൈറ്റി കേട്ടോ. ഇതിന്റെ പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നോക്ക്, ഇത് വേറൊരു സെറ്റപ്പ്. നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് ഇത് ഇതാണ്ടോ കള്ളിച്ചെടി. ശരിക്കും നമ്മുടെ ഗൾഫ് നാടുകളിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കള്ളിച്ചെടിയിലെ കണ്ടിട്ടുള്ളത്. നോക്കി ശരിക്കും മരുഭൂമിയിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് കള്ളിച്ചെടി ഉണ്ടോ, പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ സംഭവം നമ്മുടെ നാട്ടിലൊക്കെ നടക്കും. വെറുതെ പറയുകയാണൊന്നും നടക്കില്ല. ഇതുണ്ടോ കള്ളിമുൾച്ചെടി. എത്രയാ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗൾഫിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ വലിയ വ്ളോഗർമാരൊക്കെ വലിയ സംഭവമാക്കും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ മണ്ണൊക്കെ തന്നെയാണ്. ഇതേപോലെയുള്ളതൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ നാട്ടിൽ ജനങ്ങളിലേക്ക് എത്തണം. ഇത് പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയവും ബാക്കിയുള്ള കാര്യങ്ങളും ഇതൊക്കെ എല്ലാത്തിലും മിക്സ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലത്തെ പല നല്ല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാടുകളിൽ പല ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പല ആളുകൾ ഒരുപാട് ആളുകൾ വിസിറ്റേഴ്സ് വരും. അപ്പോൾ വരുമാനം ഉണ്ടാവും. അതുവഴി നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടും, കാര്യങ്ങൾ കിട്ടും. വെറൈറ്റി ആയിട്ടുള്ള ഇഷ്ടം പോലെ എത്ര ടൈപ്പ് നോക്കി. ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയ നാമം ഒന്നും പറയാനുള്ള അറിയാൻ പറ്റില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടം പോലെ കേട്ടോ. ആനയുടെ തുമ്പിക്കൈ പോലെ ഉണ്ട്. ആനയുടെ തുമ്പിക്കൈ പോലെ അല്ലേ, വെറൈറ്റി. പിള്ളേർ ഇതൊക്കെ സൈക്കിൾ ഓടിച്ചു പോകുന്ന പോലെ ബുഷ് ചെടിയും കൊണ്ട് ഉണ്ടാക്കിയത്. ബുഷിൻ്റെ ചെടി കൊണ്ട് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രായം ഒരു വിഷയമല്ല, ആർക്കും വന്ന് എൻജോയ് ചെയ്യാം. ഇതെന്തൊരു മുതലേൻ്റെ രൂപമല്ലേ ഇത്? ഇത് എഴുതി വെക്കണല്ലേ മേലെ മുതലാണ്.
നല്ല മാർച്ച് മാസത്തിൽ നല്ല ചൂട് ക്ലൈമറ്റ് പുറത്ത് എന്താ സുഖം. ഉങ്ങല്ലേ ഇത്? ഒരു 50 റുപ്യ മുടക്കിയ സുഖമായിട്ട് വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിലാക്കിയിരുന്നാൽ പോരെ. വേഗം പോകുന്നോളി ഇങ്ങോട്ട്. എന്തൊരു വെറൈറ്റി കായ. അതാക്കണം. കരിങ്ങോട്ടയോ? കരിങ്ങോട്ട, അതായത് എഴുതി വെച്ചാണ് തൊലിയില, കാതല്, വിത്ത്, ആമവാദം, സന്ധിവാദം അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഒരുപാട് ഔഷധ സസ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരുപാട്, അതായത് നമ്മൾ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ ഒരുപാട് സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പോലെയല്ല. മുണ്ടേരിയിലൊക്കെ അതേപോലെ തന്നെ കൃഷിത്തോട്ടം. നമ്മളെ അടുത്തായിട്ട് അതിൻ്റെ വീഡിയോ വരുന്നുണ്ടാവും. മരുനാരകം, ഛർദി, ഭ്രാന്ത്, വയറുകടി. കുട്ടികളൊക്കെ നമ്മളവിടെ വിട്ടു പോകുന്ന നല്ല സുഖമായിട്ട് അവർക്ക് അവിടെ കളിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ അടിപൊളിയാണ്. ഒരു ചെറിയ കുട്ടിയോട് നോമ്പ് ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അധികം ആളുകളെ. അതാണ് നോമ്പാണ്. പിന്നെ പെരുന്നാളിനൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. എക്സാമും അല്ലേ കുറെ പിള്ളേർ. ഭയങ്കര പെരുന്നാളിനൊക്കെ ഭയങ്കര തിരക്കാവും. ശരിക്കും പറഞ്ഞാൽ നമ്മള് സുഖമായിട്ട് വന്നിട്ട് ഒരു പ്രകൃതിയിൽ ഇതൊക്കെ ഒരു വെറൈറ്റി കാട്ടുമരം അല്ലേ? വള്ളിയിൽ പൂത്തുക്കുന്ന പേരുണ്ടോ കയ്യില്? മണമുണ്ടോ? മണമൊന്നുമില്ല. ഒരു പക്ഷെ ഒരു എന്ന് പറയും. അതായത് ഇത് വെട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുത്തനെ നിർത്തി കഴിഞ്ഞാൽ എന്താ പറയുക, ഇതിൻ്റെ അകത്തുനിന്ന് പിന്നെ വെള്ളം വരും. നമ്മൾ ശരിക്കും പുല്ലാഞ്ഞി മരം കേട്ടിട്ടുണ്ടോ? കാട്ടിലൊക്കെ ഉണ്ട്. കാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ വെള്ളം കുടിക്കാൻ കാട്ടിലൊക്കെ പോകുമ്പോൾ വെള്ളം കിട്ടാത്ത അരുവിയൊന്നും ഇല്ലാത്ത ഏരിയയിലൊക്കെ പോയി പുല്ലാഞ്ഞി കിട്ടിയാൽ അവിടെ ഇങ്ങനെ ചെരിച്ച് വെട്ടി കൊടുത്താൽ ഇങ്ങനെ ചെരിച്ച് വെട്ടുക. എന്നിട്ട് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. ആ വെള്ളം കുടിക്കാൻ പറ്റും. നല്ല അടിപൊളി പ്യുവർ വാട്ടർ പോലെയാണ്. നല്ല സൂപ്പറാണ്. വേണ്ട പൊളിയും. അതേപോലെ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ കളിപ്പിക്കുക. വേഗം വേണ്ട, പതുക്കെ മതി, തല ഇറങ്ങും. ഫുള്ള് സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ടോയ്ലറ്റ്, ഡ്രസ്സിങ് റൂം, കുട്ടികൾക്ക് പാലൊക്കെ കൊടുക്കാൻ ഫീഡിങ് റൂം, ടോയ്ലറ്റൊക്കെ നമുക്ക് വലിയ വീട് പോലത്തെ. ലേഡീസിന് സെപ്പറേറ്റ്, ജെൻസിന് സെപ്പറേറ്റ്. ഫുൾ അടിപൊളിയാണ്. നല്ല വൃത്തിയിൽ നല്ല സെറ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിക്കാതെ അങ്ങനെ പോവുക. നേരെ നമുക്ക് എന്ത് ചെയ്യാം, മിൽമേൻ്റെ ഔട്ട്ലെറ്റിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കാം. ഏതാ വരെ വന്നിട്ട് എങ്ങനെ നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിക്കാതെ പോവാം. മിൽമേൻ്റെ ഔട്ട്ലെറ്റ് ചേച്ചി എങ്ങനെ വീഡിയോയിൽ കാണും. അതുകൊണ്ട് ഐസ്ക്രീം ഏതാണുള്ളത്? ചോക്ലേറ്റ് അല്ലാതെ വേറെ ഏതാ? ആ ഏതേലും കൊടുത്തോ. ചോക്ലേറ്റ് വേണ്ട, വേറെ മാംഗോയോ? എവിടെ വീട് എവിടെയാ? ഇവിടെ തന്നെ വടപുറം. ആ ഇവിടെ അതെ, ഞങ്ങൾ പോത്തിരിക്കും. ഏതാ? ആ വേറെ ഏതെങ്കിലും എടുത്തോ, കുഴപ്പമില്ല. ചോക്ലേറ്റ് വേണ്ട, എനിക്ക് വേറെ വാനില്ല. എനിക്ക് വേണ്ട. ഒന്നല്ല രണ്ട് നിങ്ങൾ കുടിക്കോ? മതി ഐസ്ക്രീം തന്നെ മതി. ഓ ആ അതാ മിൽക്ക് സർബത്ത് എല്ലാം കൂടെ ഒന്നിച്ച ഇതിൻ്റെ ഒപ്പായിട്ട് എങ്ങനെയുണ്ട് കുഞ്ഞാവ ഐസ്ക്രീം? അടിപൊളി. ഐസ്ക്രീം വരുമ്പോൾ ഇങ്ങനെ ഇതിനാണ് കേട്ടോ എല്ലാവരും അല്ലേ? നമ്മളെ കുഞ്ഞാവ കഴിക്കുന്നുണ്ടല്ലേ? അതിപ്പോൾ ഭംഗി നോക്കി നോക്കിയാൽ മൊത്തം പോവും. ഏട്ടാ ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കാ, ഇങ്ങോട്ട് നോക്കിക്കാ. ഞങ്ങളുടെ കുഞ്ഞാവ ഐസ്ക്രീം തിന്നുന്നുണ്ടല്ലേ? മിക്കവാറും തേക്ക് മ്യൂസിയം കണ്ടു. തേക്ക് മ്യൂസിയം നമ്മൾ കണ്ടു. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക,
നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലുള്ള ആളുകളൊക്കെ വരിക. അതേപോലെ തന്നെ ഇവിടെ നിലമ്പൂർ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം അതുപോലെ നിലമ്പൂർ വഴി ഊട്ടി പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, ദൂരസ്ഥലത്തുനിന്ന് വരുന്ന. ഇത് ഊട്ടി ഹൈവേ ആണ് കേട്ടോ. അതായത് നിലമ്പൂരിൽ നിന്ന് നമ്മുടെ ഊട്ടി, ബാംഗ്ലൂർ, മൈസൂർ പോണ ഹൈവേ ആണിത്. അപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വരിക. ഭൂമിദേവി പുഷ്പിണിയായി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ സംഭവം കണ്ടോ, ഭൂമിദേവിയാണ്. ആരും കണ്ടില്ല എന്ന് പറയരുത്, ആരും കണ്ടില്ല എന്ന് പറയണ്ട. ഇത് ശരിക്കും മുളയൻ്റെ അല്ലേ? മുള പല ആളുകൾക്കും അറിയില്ല കേട്ടോ ഈ മുള. ലക്കി ബാമ്പു അല്ലേ? ലക്കി ബാമ്പു അല്ലല്ലോ, ബാമ്പു. അതായത് ഇങ്ങോട്ട് കാണിച്ചു നോക്കി, ഇതൊക്കെയാണ് മുള കേട്ടോ. നമ്മുടെ ശരിക്കും ബാമ്പു സ്റ്റിക്കൊക്കെ കണ്ടിട്ടില്ലേ? ഫിലിപ്പീൻസൊക്കെ ഫുഡ് കഴിക്കുന്ന ശരിക്കും ബാമ്പുവിൻ്റെ സാധനങ്ങൾ അവർ കഴിക്കുന്നത്. അപ്പോൾ അറിയാൻ പറ്റും ശരിക്കും ഈ ബാമ്പു ഇതുപയോഗിച്ചിട്ടാണ് നമ്മുടെ കടലാസൊക്കെ ഉണ്ടാക്കുന്നത്. പല ആളുകൾക്കും അറിയൂല. അപ്പോൾ കുരങ്ങന്മാരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണാനില്ലല്ലോ. കാണാനില്ല. ശരിക്കും നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൻ്റെ ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവം. എന്താ രസം, അടിപൊളി. അടിപൊളി പൂക്കളല്ലേ? ഇതാ പാരിജാതോ? പക്ഷേ ഇത് ഞങ്ങൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ. ഇത് കണ്ടോ, വെറൈറ്റി പാരിജാതം ഇതുണ്ടോ? ഏതാ? അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമുക്ക് പറയാനും കാണിക്കാനും. അപ്പോൾ നിലമ്പൂർ വരുന്ന ആളുകൾ എന്ത് ചെയ്യുക, വിസിറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമുക്ക് പറയാനും കാണിക്കാനും. അപ്പോൾ നിലമ്പൂരൊക്കെ അപ്പോൾ ഇനി നമ്മളെന്ത് ചെയ്യുക, പുതിയ വീഡിയോസായിട്ട് വരും.